പണ്ട് മുതലേ പ്രേക്ഷകർക്കൊരു പ്രത്യേകതയുണ്ട്. അവരുടെ മുൻപിൽ വന്ന് പ്രത്യക്ഷപ്പെട്ടിട്ട് പിന്നീട് പെട്ടെന്ന് അപ്രത്യക്ഷമായി പോകുന്ന നടിമാരെക്കുറിച്ച് ഓർത്തിരിക്കുക, അവരെ സോഷ്യൽ മീഡിയയിൽ കണ്ടുപിടിക്കുക, ഇടയ്ക്കെപ്പോഴെങ്കിലും ചിത്രമോ മറ്റെന്തെങ്കിലും കാണുമ്പോൾ അവരെക്കുറിച്ച് എഴുതുക. ഇത്തരത്തിലൊരു പതിവിൽ ഇപ്പോൾ വൈറലാകുന്ന വീഡിയോയ്ക്കിടയിൽ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു താരമായി ഇപ്പോൾ മാറുകയാണ് ഛായ ഗോവിന്ദ്. ഛായ പാർവതി എന്ന താരത്തിനെ അധികമാർക്കും അറിയാതിരിക്കാൻ ഒരു വഴിയുമില്ല. സോഷ്യൽ മീഡിയയിൽ താരത്തിന്റെ ചിത്രങ്ങൾ വളരെ പെട്ടെന്ന് വൈറലാകാറുണ്ട്. ഇപ്പോൾ സീരിയലുകാരുടെ അസോസിയേഷന്റെ മാച്ചിനിടയിലാണ് ഇപ്പോൾ ഇങ്ങനൊരു താരത്തിനെ പ്രേക്ഷകർ പെട്ടെന്ന് കണ്ടത്. പണ്ട് കാലങ്ങളിൽ കണ്ട ഒരു ഓർമ്മയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുത്തിരിക്കുന്നത്. ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് പലരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നത്. നിരവധി താരങ്ങളെ കണ്ടല്ലോ, ഇവരെല്ലാവരെയും ഇപ്പോൾ കാണാൻ പറ്റുമെന്ന് കരുതിയില്ല. അതിനിടയിലാണ് എല്ലാവരും ഛായ പാർവതിയെ കൂടി കാണുന്നത്. പഴയ കോമഡി സീരിയൽ താരം കൂടിയായിരുന്നു. മിമിക്രി ട്രൂപ്പുകളിലും സജീവമായിരുന്നു. സുബിയുടെ കൂടെയൊക്കെ തന്നെയും സ്റ്റേജ് ഷോകളിൽ വളരെയധികം സജീവമായി നിന്നൊരു താരം കൂടിയാണിത്. പക്ഷേ കുറെ കാലമായി എവിടെയാണെന്ന് പോലും ആർക്കും അറിയില്ല. ഇപ്പോഴാണ് ആത്മയുടെ ക്രിക്കറ്റ് ടൂർണമെന്റിൽ വളരെയധികം നാളുകൾക്ക് ശേഷം എത്തിയത്. കുറച്ചു മുൻപ് തടി കുറച്ചുണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ വീണ്ടും മെലിഞ്ഞ് ഫിറ്റ് ബോഡി ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് പലർക്കും തിരിച്ചറിയാൻ പറ്റാത്തത്. എന്നാൽ മുഖസാദൃശ്യമൊക്കെ ഉള്ളതുകൊണ്ട് പ്രേക്ഷകർ കുറച്ചൊക്കെ തിരിച്ചറിയുന്നുണ്ട്. സീരിയലിലേക്ക് വീണ്ടും തിരിച്ചു വരാനുള്ള ശ്രമമായിരിക്കാം എന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു. നടി എന്ന രീതിയിൽ മാത്രമല്ല, സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെയധികം സജീവമാണ് ഇപ്പോഴും. സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന സീരിയലിലും താരം ഉണ്ടായിരുന്നു. അതുപോലെ DD4-ലെ സംഗീതിക എന്ന പരിപാടിയിലും ആങ്കറായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഒരു അവതാരിക, അതുപോലെ തന്നെ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരം, അങ്ങനെ എന്തു വേണമെങ്കിലും വിളിക്കാം. ഇപ്പോൾ ജീവിതം വളരെയധികം സന്തോഷമായി മുന്നോട്ട് പോകുന്നു. ഒരു പാട്ടുകാരി കൂടിയാണ് താരം എന്ന് പറയുന്നു. റാമ്പ് വാക്കുകളൊക്കെ നടത്താറുണ്ട്. തിരുവനന്തപുരത്താണ് ഇപ്പോഴും താമസിക്കുന്നത്. അതുപോലെ തിരുവനന്തപുരത്ത് നല്ലൊരു ഡ്രമ്മിങ് സർക്കിൾ കൂടി തനിക്കുണ്ട് എന്ന് പറയുന്നു. ഇപ്പോഴിതാ നിരവധി പേർ ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി മാറുകയാണ്. ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയായി അതിവേഗം മാറുന്നു. ഛായ പാർവതി തന്നെയാണ് ഈ പോസ്റ്റ് ആദ്യം പങ്കുവച്ചിരിക്കുന്നത്. ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ വിജയം കൈവരിച്ചു. വർഷങ്ങളായി സീരിയൽ ഇൻഡസ്ട്രിയിൽ ഉണ്ടെങ്കിലും ഈ വിജയം കൈവരിക്കാൻ സാധിച്ചതിൽ ഞങ്ങൾ വളരെയധികം സന്തുഷ്ടരാണ് എന്നുകൂടി സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നുണ്ട്. ആരാധകരെല്ലാവരും ഇത് ഏറ്റെടുക്കുകയും ചെയ്യുന്നു. പ്രേക്ഷകരുടെ പ്രീതിയാണ് പിടിച്ചുപറ്റുന്നത്. സോഷ്യൽ മീഡിയയിൽ തന്നെ നല്ല രീതിയിൽ എല്ലാവരും ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് തന്നെ പറയുന്നു. ആരാധകരുടെ പ്രീതി പിടിച്ചുപറ്റിയ ഒരു വാർത്തയായി തന്നെ മാറുകയും ചെയ്യുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്ന് തന്നെ പറയുന്നതിൽ വളരെയധികം തന്നെ അർത്ഥമുണ്ട്. കാരണം സീരിയൽ നടിമാരുടെ വാർത്തകൾ പ്രേക്ഷകർ വളരെയധികം സന്തോഷത്തോടെയാണ് ഏറ്റെടുക്കാറുള്ളത്. എപ്പോഴും പ്രേക്ഷകർ അങ്ങനെ തന്നെയാണ് കാണാറുള്ളതും. ആ പ്രീതിയോടെ തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. സോഷ്യൽ മീഡിയയിൽ ആരാധകരുടെ പ്രീതി പിടിച്ചുപറ്റുന്ന ഒരു താരമായി ഇപ്പോൾ ഈ താരവും മാറുകയാണ്. ഇത്രയും നാളും എവിടെയായിരുന്നു എന്നാണ് പ്രേക്ഷകർ അന്വേഷിക്കുന്നത്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.